ഡോക്ടർ സ്നേഹ ആൻഡ് ഫിലിപ്പ് മലയാളിയായ യുവതിയെ അമേരിക്കയിൽ വെച്ചുണ്ടായ ഒരു തിരോധാനം. കേരളത്തിൽ ജനിച്ച സ്നേഹ മാതാപിതാക്കളോടൊപ്പം അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതാണ്. 2001 സെപ്റ്റംബറിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് സ്നേഹ എന്ന ഈ യുവതിയെ കാണാതാവുകയായിരുന്നു. 2001 സെപ്റ്റംബർ മാസം 11-ാം തീയതി സ്നേഹ തന്റെ അപ്പാർട്ട്മെന്റ് അടുത്തുള്ള സെഞ്ചുറി മാളിൽ സാധനങ്ങൾ വാങ്ങാനായിട്ട് പോയതാണ്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ സ്നേഹ കുറെ സാധനങ്ങൾ വാങ്ങുന്നതായിട്ട് കാണാം. പക്ഷേ സാധനങ്ങളൊക്കെ വാങ്ങിയതിനു ശേഷം സ്നേഹ എങ്ങോട്ട് പോയി എന്നത് ആർക്കും അറിയില്ല. വൈകുന്നേരമായപ്പോൾ സ്നേഹ തിരിച്ച് അപ്പാർട്ട്മെന്റിൽ വരികയും ചെയ്തിട്ടില്ല. 2001 സെപ്റ്റംബർ 11-ാം തീയതി രാവിലെ ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്ററിലെ ഇരട്ട ഗോപുരങ്ങളിലേക്ക് ടെററിസ്റ്റ് വിമാനം ഇടിച്ചു കയറ്റി ഒരു ആക്രമണം നടത്തി. സ്നേഹയുടെ ഭർത്താവ് ലോൺ റീബർമാൻ അന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ സ്നേഹയെ കാണാനില്ല. തുടർന്ന് അദ്ദേഹം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. സ്നേഹയുടെ തിരോധാനത്തെക്കുറിച്ച് പറയുമ്പോൾ 3 പ്രധാന സംശയങ്ങളാണ് ഉയർന്നു വരുന്നത്. അതിലൊന്നാമത്തത്, സ്നേഹ ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആക്രമണം അവിടെ നടന്നപ്പോൾ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും അതിനിടയിൽ കെട്ടിടങ്ങൾ തകർന്നു വീണ് സ്നേഹ മരണപ്പെടാനുള്ള ചാൻസ് ആണ് ഒന്നാമതായിട്ട് ഇതിൽ എടുക്കുന്നത്. രണ്ടാമതായിട്ട് പോലീസ് പറയുന്ന കാരണം, സ്നേഹയുടെ വ്യക്തിപരമായ ജീവിതത്തിലും അതുപോലെ തന്നെ ജോലി സംബന്ധമായും ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആള് അറിഞ്ഞുകൊണ്ട് തന്നെ മാറി താമസിച്ചതാവാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചതാകാനോ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. ഇനി മറ്റൊരു ചാൻസ് എന്ന് പറയുന്നത്, സെപ്റ്റംബർ 10-ാം തീയതി മോളിൽ നിന്ന് ഇറങ്ങിയ സ്നേഹയെ മറ്റാരെങ്കിലും അപകടപ്പെടുത്തിയതായിരിക്കാം എന്നും പറയുന്നുണ്ട്. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ 2008-ൽ ന്യൂയോർക്ക് കോടതി സ്നേഹ ആൻഡ് ഫിലിപ്പ് നവംബർ 11 എന്ന കേസ് ഭീകര ആക്രമണത്തിൽ ഇരയായി മരണപ്പെട്ടു എന്ന് പറഞ്ഞ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതിനായിട്ട് തെളിവിനായിട്ട് യാതൊരു വിധത്തിലുള്ള ഭൗതിക ശരീരത്തിന്റെ അവശിഷ്ടങ്ങളോ സ്നേഹ ഉപയോഗിച്ച സാധനങ്ങളുടെ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഇന്നും സ്നേഹ ആൻഡ് ഫിലിപ്പിന്റെ തിരോധാനം തീർത്തും നിഗൂഢത നിറഞ്ഞതായിട്ട് നിലനിൽക്കുകയാണ്.